എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടെൻസസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് കംപ്ലീറ്റ് ആക്കിയിരുന്നു. ഇന്ന് നമുക്ക് പാസ്റ്റ് ടെൻസ് വെച്ച് തുടങ്ങാം. പാസ്റ്റ് ടെൻസ് അതിൽ ആദ്യത്തേതാണ് സിമ്പിൾ പാസ്റ്റ്. അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നുകിൽ ഡിഡ് പ്ലസ് V1 അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ട് V2 എന്ന് പറയുന്ന പാസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു ആണ് പറയുന്നത്. ഭൂതകാലത്തിൽ, അതായത് പാസ്റ്റിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അങ്ങനെ വെറുതെ പറയല്ല, ആ നടന്ന സമയം കൂടെ തരും. ഓക്കെ, നടന്ന സമയം കൂടെ തരുന്ന രീതിയിലാണ് ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യം പറയുന്നത്. എക്സാമ്പിൾ നോക്കിക്കേ, ഷീ പ്ലേഡ് ഹോക്കി യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്ന് പറയുന്ന രീതിയിൽ ഒരു വാക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതാണ് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന വാക്കായിട്ട് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, യെസ്റ്റർഡേ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഷീ പ്ലേഡ്. ഇവിടെ നമ്മൾ എന്താ ഉപയോഗിച്ചിരിക്കുന്നത്, V2 ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഷീ പ്ലേഡ് ഹോക്കി യെസ്റ്റർഡേ എന്ന് പറയുന്നതാണ് സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, യെസ്റ്റർഡേ, ലാസ്റ്റ് മന്ത്, ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ, എഗോ, എ ഫ്യൂ മന്ത്സ് എഗോ. ഇത്തരം വേർഡ്സുകളാണ് ഇതിൻ്റെ കീവേഡ്സ് ആയിട്ട്. ഇത്തരം വേർഡ്സ് വന്നാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് സിമ്പിൾ പാസ്റ്റിലാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ നടന്ന സമയം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി അഥവാ നടന്ന സമയം തന്നിട്ടില്ല എങ്കിലോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എന്തിലേക്ക് വരും, പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് വരും. ഓക്കെ, പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന വേർഡ് ഇല്ലാതെയാണ് തരുന്നെങ്കിൽ, അതായത് നടന്ന സമയം സൂചിപ്പിക്കാതെയാണ് ഒരു ഭൂതകാലത്തെക്കുറിച്ച് പറയുന്നതെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്നതിൽ യെസ്റ്റർഡേ എന്ന് പറഞ്ഞ സാധനം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റുമത്, ഷീ ഹാസ് പ്ലേഡ് ഹോക്കി എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ, അവിടെ യെസ്റ്റർഡേ എന്നുള്ള വാക്കില്ല. അപ്പോൾ ഭൂതകാലത്തെ സൂചിപ്പിക്കുന്ന ആ വാക്കില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, നമ്മൾ ഏതിലാണ് പറയുക, പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പറയുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്താണ്, ഭൂതകാലത്തിൽ നടന്ന സമയം തന്നിട്ടുണ്ട്. ആ സമയം തന്നതുകൊണ്ട് തന്നെ നമ്മളത് എന്തിലാണ് പറയുക, സിമ്പിൾ പാസ്റ്റിലാണ് തരാം. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ്ലി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിത്ത് ഫ്ലൈയിങ് കളേഴ്സ് എന്ന് പറയുന്ന എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹി ഹാസ് പാസ് ദ എക്സാം വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. ആ എക്സാമ്പിൾ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ ആ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഭൂതകാലത്തിലെ ശീലങ്ങളെ സൂചിപ്പിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ പ്രസൻറ്റിലാണ് നമ്മൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹാബിച്വൽ ആക്ഷൻ, നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഒരു കുട്ടി ഡെയിലി സ്കൂളിൽ പോകുന്നു എന്ന് പറയുന്നതൊക്കെ നമ്മൾ എന്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ പ്രസൻറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഭൂതകാലത്തിൽ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അത് ഭൂതകാലത്തിലാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ, പാസ്റ്റിലാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ എന്തിലാണ് പറയുക, സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. അപ്പോൾ ഹാബിച്വൽ ആക്ഷൻസ് ആണെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ പറയും. ഇനി പാസ്റ്റിലെ ഹാബിച്വൽ ആക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതിലാണ് പറയുക, ഈ പറയുന്ന സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. അതാണ് ഭൂതകാലത്തെ ശീലങ്ങളെ സൂചിപ്പിക്കുക എന്ന് പറയുന്നത്. എൻ്റെ എക്സാമ്പിൾ നോക്കിയേ, ഷീ യൂസ് ടു പ്രാക്ടീസ് ഡാൻസ് അവൾ പാസ്റ്റിൽ എന്തായിരുന്നു, ഡെയിലി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അത്തരം പാസ്റ്റിലെ നമ്മുടെ ശീലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഇത്തരം വേർഡ്സുകൾ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് ലോങ് സിൻസ്, ഇറ്റ് ഈസ് ഏജസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇയേഴ്സ്. ഇത്തരം വാക്കുകളൊക്കെ ഒരു സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ഏതാ ഉപയോഗിക്കേണ്ടത്, സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, എൻ്റെ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ടൈം വി ഫിനിഷ് ദി വർക്ക്. ഇറ്റ് ഈസ് ടൈം സ്റ്റാർട്ടിങ് വന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫിനിഷ് ദ വർക്ക് എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കിയാൽ അടുത്തൊരു എക്സാമ്പിൾ, ഇറ്റ് ഈസ് ടൈം ടു സേ ഗുഡ് ബൈ. ഇവിടെ അങ്ങനെയല്ല ഉപയോഗിച്ചത്. അപ്പോൾ ഇതിനെന്താണ് ഒരു വ്യത്യാസമാണ്, എന്താ വ്യത്യാസം നോക്കാം നമുക്ക്. ഇനി ഇറ്റ് ഈസ് ടൈമിന് ശേഷം സബ്ജക്റ്റ്, ഇവിടെ കണ്ടില്ല, ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഇവിടെ വി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കയറി വന്നിട്ടുണ്ട്. ഇനി അത്തരത്തിൽ ഇറ്റ് ഈസ് ടൈമിന് ശേഷം സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ഒന്നും ഇല്ലെങ്കിൽ, ഇവിടെ നോക്കിയാൽ ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഈ പോലത്തെ വി എന്ന് പറയുന്ന രീതിയിൽ സബ്ജക്റ്റ് ഒന്നും ഇവിടെ വന്നിട്ടില്ല. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഈ പറയുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ യാതൊരുവിധ സബ്ജക്റ്റും തന്നിട്ടില്ല. ഇനി അത്തരത്തിൽ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ ഇറ്റ് ഈസ് ടൈമോ ഈ വാക്കുകൾക്ക് ശേഷമോ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മൾ ടു സേ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ടൈം അതിൻ്റെ സബ്ജക്റ്റോ ഒബ്ജക്റ്റോ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ടു പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ടൈം ടു സേ ഗുഡ് ബൈ എന്ന് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് തന്നതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഇനി ഈ പറയുന്ന എക്സാമ്പിൾ തന്നെ നമുക്ക് ഈ വി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമത്, ഇറ്റ് ഈസ് ടൈം ടു ഫിനിഷ് ദി വർക്ക്. ഓക്കെ, അപ്പോൾ ഈ വി ഇവിടുന്ന് പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടു പ്ലസ് ഇൻഫിനിറ്റീവ് ഉപയോഗിച്ചു.
അപ്പോൾ ഇവിടെ ഫിനിഷ്ഡ് എന്നുള്ളത് ടു ഫിനിഷ് എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി അടുത്ത കാറ്റഗറി നോക്കിയാൽ രണ്ട് ഭൂതകാല പ്രവൃത്തികൾ ഒരേ സമയം നടക്കുകയാണെങ്കിൽ പാസ്റ്റിലെ രണ്ട് പ്രവൃത്തികൾ ഒരേ സമയമാണ് നടക്കുന്നതെങ്കിൽ അവിടെ രണ്ടിടത്തും നമ്മൾ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടക്കുന്നുണ്ട്, ആ രണ്ട് പ്രവൃത്തികളും ഒരേ സമയമാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. നോക്കിയേ, വെൻ ദ ടീച്ചർ എൻ്റർഡ് ദ ക്ലാസ് സ്റ്റുഡൻസ്, ടീച്ചർ ക്ലാസ്സിൽ എത്തിയതും കുട്ടികളെല്ലാവരും എണീറ്റ് നിന്നു എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും ടീച്ചർ ക്ലാസ്സിലെത്തിയതും കുട്ടികൾ എണീറ്റ് നിന്നതും ഒരേ സമയത്ത് ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവൃത്തികളാണ്. ടീച്ചർ എത്തിയതും കുട്ടികൾ എണീറ്റു, ആ രണ്ടും ഒരേ സമയത്താണ് നടക്കുന്നത്. അത് രണ്ടും ഭൂതകാലത്തിലെ പ്രവൃത്തികളാണ്. അത്തരം സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? സിമ്പിൾ പാസ്റ്റാണ് ഉപയോഗിക്കുന്നത്. കണ്ടോ, ടീച്ചർ എൻ്റേർഡ്, ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചു. സ്റ്റുഡ് അപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് നമ്മളിവിടെ ഉപയോഗിച്ചു, സ്റ്റുഡ്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇൻ മൈ കോളേജ് ഡേയ്സ് ഐ ഡാഷ് ഫുട്ബോൾ എവറി സൺഡേ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കീവേഡ്സ് ആയിട്ട് ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് ഇയർ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മളൊരു കീവേഡാണ് എന്ത് പറയുന്നത്, എവരി സൺഡേ എന്ന് പറയുന്നത്. നമ്മളിത് സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാസ്റ്റിലെ ഒരു ആക്ഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റിലെ എന്താണ് സംഭവം എന്ന് പറയുന്നത്? ഒരു ഹാബിച്വൽ ആക്ഷൻ. ഞാൻ പറഞ്ഞു സാധാരണ ഹാബിച്വൽ ആക്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രസൻറ്റിൽ ഉപയോഗിക്കും, പക്ഷേ പാസ്റ്റിൽ പണ്ട് നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലമാണെന്നുണ്ടെങ്കിൽ നമ്മളത് സിമ്പിൾ പാസ്റ്റിലാണ് പറയും. ഇതങ്ങനെയായിരുന്നു. പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചകളും ഫുട്ബോൾ കളിക്കുമായിരുന്നു എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും ചെയ്തുകൊണ്ടിരുന്ന ഒരു ശീലമായിരുന്നു പണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയേണ്ടത്. അപ്പോൾ ഏതാ നമ്മുടെ ഉത്തരം വരേണ്ടത്? സി ആണ്, പ്ലേഡ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ V2 ഫോം ഏതാണെന്ന് മാത്രം നോക്കിയാൽ മതി. ആദ്യത്തെ എയും ബിയും തന്നാൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും അത് പ്രസൻറ്റിലാണ്. ഹാഡ് പ്ലേഡ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് വന്നു അല്ലേ? ഹാസ് ഹാവ് ഹാഡ് എന്നൊക്കെ കയറി വരുമ്പോൾ തന്നെ പെർഫെക്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതല്ല എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ഉത്തരം സി ആണെന്ന് കറപ്പിക്കാം. അടുത്ത് നോക്കിയാൽ ഐ ഡാഷ് ഹിം 7 years എഗോ എന്ന് പറയുന്നതാണ്. എഗോ എന്ന് പറയുന്നത് നമ്മളെ കീവേഡാണ്. എഗോ എന്ന് വരികയാണെങ്കിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് എഴുതേണ്ടത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? നമുക്ക് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്നതിൽ ഇത് വരത്തില്ല, ഹാഡിൻ്റെ ആവശ്യമില്ല. ഇത് വില്ല് എന്ന് പറയുമ്പോഴേക്കും അതെന്തായി? ഫ്യൂച്ചറായി. ഹാവ് മെറ്റ് എന്ന് പറയുമ്പോഴും പെർഫെക്റ്റിൻ്റെ കാര്യം അവിടെ കയറി വന്നിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതാ വരിക? രണ്ടിൻ്റെ ഉത്തരം എ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐ ഡാഷ് ഊട്ടി ട്വൈസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ നോക്കിക്കേ, ഐ ഡാഷ് ഊട്ടി, ഞാൻ ഊട്ടിയിലേക്ക് 2 തവണ പോയിട്ട് ഊട്ടി 2 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്. അതായത് അത് ഭൂതകാലത്തിൽ നടന്നൊരു പ്രവൃത്തി തന്നെയാണ്, പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടില്ല? ആ നടന്ന സമയം തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭൂതകാലത്തിൽ നടന്നൊരു പ്രവൃത്തിയാണ്, പക്ഷെ അവിടെ സമയം തന്നിട്ടുണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. ഇനി അവിടെ സമയം തന്നിട്ടില്ല എങ്കിൽ നമ്മളത് ഏതിൽ എഴുതണം എന്നാണ് പഠിച്ചത് അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റിൽ എഴുതണം എന്നല്ലേ നമ്മൾ പഠിച്ചത്? പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഹാസ്, ഹാവ്, ഹാഡ് ഇതിൽ ഏതെങ്കിലും വേണം. പ്രസൻറ്റ് ആയതുകൊണ്ട് ഹാഡിനെ ഒഴിവാക്കാം, ഹാസ് ഓർ ഹാവ് വേണം അല്ലേ? ഇനി ഇവിടെ ഐ ആണ് തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏതാ വേണ്ട? ഐൻ്റെ കൂടെ ചേരേണ്ടത് ഹാവ് ആണ്. അപ്പോൾ ഹാവ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ മതി അല്ലേ? ഉത്തരത്തിലുണ്ട്. അപ്പോൾ 3ൻ്റെ ഉത്തരം ഏതാണ്? സി ആണ്. അടുത്ത് നോക്കിയേ, റീമ എ ഡാഷ് ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത് എന്നാണ്. റീമ എ ഡാഷ് ന്യൂ ഹൗസ് ലാസ്റ്റ് മന്ത് എന്നാണ്. അപ്പോൾ നമ്മുടെ കീവേഡ് ഇവിടെ തന്നിട്ടുണ്ട്, ലാസ്റ്റ് മന്ത് എന്ന് പറയുന്ന കീവേഡ് തന്നിട്ടുണ്ട്. അത്തരം സെൻറ്റൻസുകൾ എന്തായിരിക്കും? സിമ്പിൾ പാസ്റ്റിലാണ് എഴുതുക. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ V2 ഫോമാണ് വേണ്ടത്. തന്നിരിക്കുന്ന ഹാഡിൻ്റെ ആവശ്യമില്ലല്ലോ, ഇത് പെർഫെക്റ്റ് വന്നില്ലേ? ഹാവിൻ്റെ ആവശ്യമില്ല, ഹാസ് ബീൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതാ ഉത്തരം? നമ്മുടെ വെറും V2 ഫോമായ ബോട്ടാണ്, ബൈ ബോട്ട്. അപ്പോൾ നമ്മുടെ 4ൻ്റെ ഉത്തരം സി ആണ്. 5 നോക്കിയേ, ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി ഡാഷ് ഫോർ എ വോക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി വി എന്താണ്? ഡാഷ് ഫോർ എ വാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസിന് ഇവിടെ 2 സെൻറ്റൻസ് പോലെയല്ല തന്നിരിക്കുന്നത്. ഇവിടെ ഒരു കോമ ഇട്ടിട്ട് ഓൾദോ ഇറ്റ് വാസ് ക്ലൗഡി എന്നൊരു ഭാഗവും വി ഡാഷ് ഫോർ എ വോക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗമാണ്. ഇനി മനസ്സിലാക്കി വെച്ചുകൂടാ, സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗം സിമ്പിൾ പാസ്റ്റിൽ ആയതിനാൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ഭാഗവും സിമ്പിൾ പാസ്റ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പം ഇത്തരം സെൻറ്റൻസിൻ്റെ ആദ്യ ഭാഗം തന്നിരിക്കുന്നത് എന്തിലാണ്? സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നത് അല്ലേ? വാസ് എന്ന് പറയുന്ന സിമ്പിൾ പാസ്റ്റിലാണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഭാഗവും സിമ്പിൾ പാസ്റ്റിൽ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് പാസ്റ്റ് ആകുമ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് പ്രസൻറ്റ് എഴുതാൻ പറ്റത്തില്ല. പ്രസൻറ്റ് എഴുതാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ ഗോ ഒക്കെ പോയി. കണ്ടോ, ഇവിടെ പാസ്റ്റിലാണെങ്കിൽ ഇവിടെ എന്താണ്? വിൽ ബി ഗോ എന്ന് നോക്കുമ്പോൾ ഫ്യൂച്ചറിലേക്ക് കയറിപ്പോയി. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഹാഡ് ഗോൺ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ പെർഫെക്റ്റ് ഒക്കെ വന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഏതാണ്? സി മതി, നമുക്ക് വെൻറ്റ് മതി. അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ തന്നെ എഴുതിയാൽ മതി. ഇനി അടുത്ത് നോക്കിയേ, ഐ
ബൈ, ഈ ബൈൻ്റെ രൂപം മാറ്റേണ്ടത്, അതേപോലെ നോട്ട് സെല്ലിൻ്റെ രൂപം ഇവിടെ മാറ്റണം. അപ്പോൾ ഐ എ ന്യൂ ഹൗസ് ലാസ്റ്റ് ഇയർ ബട്ട് ഐ മൈ ഓൾഡ് ഹൗസ് യെറ്റ്, സോ അറ്റ് ദ മൊമെൻറ്റ് ഐ ഹാവ് 2 ഹൗസസ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താ എഴുതേണ്ടത്? അപ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു കീവേഡ് ഇവിടെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞ കീവേഡ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കീവേഡായിട്ട് യെറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചത് എന്തിനായിരുന്നു? സിമ്പിൾ പാസ്റ്റുമായിട്ടാണ് ലാസ്റ്റ് ഇയർ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യെറ്റ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? പ്രസൻറ്റ് പെർഫെക്റ്റിലല്ലേ പഠിച്ചിട്ടുള്ളത്? ഓർമ്മയുണ്ടല്ലോ, ഒന്ന് ബാക്കിലേക്ക് മറിച്ച് നോക്കുക. അപ്പോൾ യെറ്റ് എന്ന് പറയുന്നത് എവിടെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം വരേണ്ടത് ബൈ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. ബൈൻ്റെ സിമ്പിൾ പാസ്റ്റ് ഏതാണ്? ബോട്ടും ഇവിടെ ഉണ്ട്, ബോട്ടും ഉണ്ട്. ഇതെന്താണ്? ബ്രിങ്ങിൻ്റെ ആണല്ലേ. അപ്പോൾ ബോട്ട് ബൈൻ്റെ ആണ് ബോട്ട് എന്ന് വരുന്നത്. അപ്പോൾ ഹാവിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഇതും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒന്നെങ്കിൽ എ വരാം, അല്ലെങ്കിൽ ഡി വരാം. ഇനി അടുത്ത് നോക്കിക്കേ, ഇവിടെ എറ്റാണ്. അപ്പോൾ ഈ ഭാഗം എന്തായിട്ടാണ് മാറേണ്ടത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് മാറേണ്ടത്. പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പെർഫെക്റ്റിൽ എന്ത് വേണം? ഹാസ്, ഹാവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പ്രസൻറ്റ് ആകുമ്പോൾ ഹാസും ഹാവും ആണ് വേണ്ടത്. തന്നിരിക്കുന്നതിൽ ഈ രണ്ട് ഓപ്ഷനിൽ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? എ ആണ് വരുന്നത്. 6ൻ്റെ ഉത്തരം ഏതാണ്? എ ആണ് വരുന്നത്. അടുത്ത് നോക്കിക്കഴിഞ്ഞ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് സ്ട്രൈഡ്. സ്ട്രൈഡ് എന്ന വാക്കിൻ്റെ പാസ്റ്റ് ഫോം ഏതാണെന്നാണ് അടുത്ത നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ സ്ട്രൈഡ് എന്ന് പറയുന്നത് എന്താണ്? V1 ഫോമാണ്. അപ്പോൾ ഇതിൻ്റെ V2 ഫോം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രോഡാണ് കേട്ടോ, സ്ട്രോഡാണ്. ഇനി ഇതിൻ്റെ V3 ഫോം എന്ന് പറയുന്നത് സ്ട്രിഡൻ. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ സ്ട്രൈഡ്, സ്ട്രോഡ്, സ്ട്രിഡൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനെ തന്നിരിക്കുന്നതിൽ പാസ്റ്റ് ഫോം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, പാസ്റ്റ് ഫോം എന്ന് ചോദിച്ചാൽ V2 ആണ് ചോദിച്ചിട്ടുള്ളത് മനസ്സിലാവണം. അപ്പോൾ നമുക്ക് സ്ട്രോഡ് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, V3 ഫോമാണ് എന്ത്? സ്ട്രിഡൻ എന്ന് പറയുന്നത്. ഇതെന്താ പറയുന്നത്? ഇതിനെ പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് സ്ട്രൈഡ് എന്നാണ് ചോദിച്ചിരിക്കും. ഉത്തരം ഏതാ വരുന്നത്? സ്ട്രിഡൻ എന്ന് പറയുന്നതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെ എന്താണ്? 7 ബി, സ്ട്രോഡാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ V3 ഫോമിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയാമെന്ന് മനസ്സിലാക്കി വയ്ക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കി ഇറ്റ് ഈസ് ടൈം നമ്മൾ പഠിച്ചു. ഇറ്റ് ഈസ് ടൈം ഒക്കെ സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ് വരികയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? അത് കഴിഞ്ഞ ഉടനെ സബ്ജക്റ്റ് വന്നിട്ടുണ്ട് അല്ലേ? സബ്ജക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്, വേറെ സംശയമൊന്നും വേണ്ട, സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ്, അതായത് പ്രസൻ്റ് ആണ്. ഇത് പെർഫെക്റ്റ് ആയിട്ട് മാറി, ഇത് ഫ്യൂച്ചറായിട്ട് മാറി. നമ്മുടെ ഉത്തരം ഏതാണ്? ഡി ആണ്. ഓക്കെ, അപ്പോൾ 8ൻ്റെ ഉത്തരം എന്താണ്? ഡി ആണ്, സ്റ്റാർട്ടഡ്. ഇനി ഇവിടെ സബ്ജക്റ്റ് തന്നിട്ടില്ല എന്നെങ്കിൽ എന്താ വരിക? ഇറ്റ് ഈസ് ടൈം ടു സ്റ്റാർട്ട് ദി വർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു 2+ ഇൻഫിനിറ്റീവാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇനി അടുത്ത് നോക്കിയാൽ വെൻ ദ മിനിസ്റ്റർ ഡാഷ് ദ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ് എന്നാണ് പറയുന്നത്. വെൻ ദ മിനിസ്റ്റർ ഡാഷ് ദ ഫംഗ്ഷൻ സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട് 2 ഭൂതകാല പ്രവർത്തികൾ ഒരേ സമയം നടക്കും. നമ്മൾ പഠിച്ചു ടീച്ചർ ക്ലാസ്സിലെത്തിയപ്പോൾ കുട്ടികൾ എണീറ്റു എന്ന് പറഞ്ഞത് 2 ഒരുമിച്ച് നടക്കാണ്. ഭൂതകാലത്തിൽ 2 പ്രവർത്തികൾ ഒരുമിച്ചാണ് നടന്നത്. ഇവിടെ അങ്ങനെ തന്നെയാണ്. മിനിസ്റ്റർ എത്തിയതും ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പോൾ മിനിസ്റ്റർ എത്തുന്നതോടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 2 പ്രവർത്തികളും ഭൂതകാലത്തിൽ ഒരുമിച്ച് നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കാം. ഇത് പാസ്റ്റ് അല്ല, ഇത് പാസ്റ്റ് ആണല്ലേ. ഇത് പാസ്റ്റ് അല്ല, ഇതും പാസ്റ്റ് അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഏതാണ്? 9ൻ്റെ ഉത്തരം ബി ആണ്. അടുത്ത നമുക്ക് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ING വേണം. അപ്പോൾ വാസ് ഓർ വേർ പ്ലസ് വെർബ് പ്ലസ് ING ആണ് നമ്മുടെ ഇവിടുത്തെ ഫോം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. ഇവിടെ എന്താ വരുന്നത്? ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭൂതകാലത്തിലെ ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുക എന്ന് പറയാം. അപ്പോൾ നോക്കിയേ, ഷി വാസ് പ്ലേയിങ് ഹോക്കി യെസ്റ്റർഡേ. ഇന്നലെ വെച്ച് നോക്കിയപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന പാസ്റ്റ് ഭൂതകാലത്തിൽ ഒരു നിശ്ചിത സമയമാണ് എന്ത്? ഇന്നലെ എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അവൾ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത്തരം സന്ദർഭത്തിലാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഇനി ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയിൽ സംഭവിക്കുകയും ചെയ്താൽ, അതായത് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു പ്രവൃത്തി അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കുകയാണ്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലാണ്. തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു INGൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലാണ് ചെയ്യുക. ഇനി ഇടയ്ക്ക് സംഭവിച്ച പ്രവൃത്തിയെ നമ്മൾ സിമ്പിൾ പാസ്റ്റിലാണ് പറയുക. ഓക്കെ, അപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ഇടയ്ക്ക് സംഭവിച്ച പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കും. ദേ വർ പ്ലേയിങ് ഹോക്കി വെൻ ഇറ്റ് റെയിൻഡ് എന്നാണ് പറയുന്നത്. അതായത്
അവർ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മഴ പെയ്തപ്പോൾ ഹോക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കുറേ നേരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണ് മഴ പെയ്തത്. അപ്പോൾ ഇടയ്ക്ക് സംഭവിച്ച പ്രവൃത്തിയാണ് ഏത്? ഈ പറയുന്ന മഴ പെയ്തു. അതുകൊണ്ട് നമ്മളത് സിമ്പിൾ പാസ്റ്റിൽ എഴുതി. അവർ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയായിരുന്നു ഇത്. അതുകൊണ്ട് നമ്മളിതിനെ പാസ്റ്റ് കണ്ടിന്യൂസിൽ എഴുതി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഭൂതകാലത്തിൽ ഒരേ സമയം നടന്നുകൊണ്ടിരുന്ന രണ്ട് പ്രവർത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ഉപയോഗിക്കുക? അപ്പോൾ ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവർത്തികളെ കുറിച്ച് പറയാൻ നമ്മളിവിടെ പറഞ്ഞു അല്ലേ? ഇതാണ് ഭൂതകാലത്തിൽ നടന്ന ഒരേ സമയത്ത് രണ്ട് ഭൂതകാല പ്രവർത്തികൾ ഒരേ സമയം നടക്കുകയാണെന്ന് പറഞ്ഞ് നമ്മളെ സിമ്പിൾ പാസ്റ്റ് ഇവിടെ പറഞ്ഞു. ഇവിടെ എന്താ പറയുന്നത്? ഭൂതകാലത്തിൽ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവൃത്തി, രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. വൈൽ ഐ വാസ് ഡ്രൈവിംഗ് ഷീ വാസ് റീഡിങ് നോവൽ. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവൾ കാറിലിരുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രവൃത്തികൾ ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് അവസാനിച്ചിട്ടില്ല, ഒരേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്, പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഭൂതകാലത്തിൽ ഒരേ സമയം നടന്നുകൊണ്ടിരുന്ന രണ്ട് പ്രവൃത്തികളെ സൂചിപ്പിക്കാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഇത്തരം പ്രവൃത്തികളെ കൂട്ടി യോജിപ്പിക്കാനാണ് ഈ പറയുന്ന ഏത്? ഈ പറഞ്ഞ മാതിരി വൈൽ, അതുപോലെ തന്നെ വെൻ എന്ന് പറയുന്ന വാക്കുകളൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വൈൽ ഐ വാസ് ഗോയിങ് ടു ദി മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വൈൽ ഐ വാസ് ഗോയിങ് ടു ദി മാർക്കറ്റ് ഐ ഡാഷ് മൈ ഫ്രണ്ട് എന്നാണ്. അപ്പോൾ എന്താ സംഭവം? ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയിൽ സംഭവിക്കുകയും ചെയ്താൽ, നമ്മളിവിടെ പഠിച്ചു അല്ലേ? ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയും മറ്റൊരു പ്രവൃത്തി അതിനിടയ്ക്ക് സംഭവിക്കുകയും ചെയ്താൽ, അതായത് ഞാൻ മാർക്കറ്റിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലേ? ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്കാണ് എന്ത് സംഭവിച്ചത്? ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയത്. അപ്പോൾ ഒരു പ്രവൃത്തി ഇങ്ങനെ തുടർച്ചയായി ഭൂതകാലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മറ്റൊരു പ്രവൃത്തി അതിനിടയ്ക്ക് സംഭവിച്ചു. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്തുപയോഗിക്കണം എന്നാണ് പറഞ്ഞത്? തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗത്ത് പാസ്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കണം. അത് നമ്മളിവിടെ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അതിനിടയ്ക്ക് സംഭവിച്ച പ്രവൃത്തിൻ്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പാസ്റ്റ് ഏതാ? അതിൽ ഹാവ് വരുന്നതല്ല, ഹാഡ് വരുന്നതല്ല, മീറ്റ് വരുന്നില്ല, ഇതൊക്കെ പ്രസൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഉത്തരം എ ആണ്. അപ്പോൾ വൈൽ ഐ വാസ് ഗോയിങ് ടു ദി മാർക്കറ്റ്, ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണത്തെ LDC മെയിൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ വൈൽ ഐ വാസ് ഗോയിങ് ടു ദി മാർക്കറ്റ് ഐ മെറ്റ് മൈ ഫ്രണ്ട് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത് നോക്കിയേ, ഐ ഡാഷ് എ ലോട്ട് ഓഫ് ഫ്രണ്ട്സ് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. ഇവിടെ സെയിം സംഭവം തന്നെ, ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചാണ്. അതായത് വൈൽ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ, ഞാൻ ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിൻ്റെ ഇടയ്ക്കാണ് ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയത്. ഓക്കെ, അപ്പോൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന, ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലും അതിനിടയ്ക്ക് സംഭവിക്കുന്ന സാധനത്തിന് നമ്മൾ സിമ്പിൾ പാസ്റ്റിലുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാ സിമ്പിൾ പാസ്റ്റ്? നമ്മുടെ ഉത്തരം ഏതാണ്? മെറ്റാണ് അല്ലേ? ഓക്കെ, ഇതൊക്കെ മാക്സിമം ടൈം റിവൈസ് ചെയ്യുക കേട്ടോ, അങ്ങനെയാണ് നമുക്കിത് മാസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തെന്താണ്? പാസ്റ്റ് പെർഫെക്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തി സിമ്പിൾ പാസ്റ്റിലുമാണ് അല്ലേ? ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയല്ല ചെയ്തത്. ഭൂതകാലത്തിൽ നടന്നൊരു തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ എഴുതി, അതിനിടയ്ക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ എഴുതി. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? സിമ്പിൾ പാസ്റ്റിൽ രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നടന്നതാണ് അവിടെയും സിമ്പിൾ പാസ്റ്റ്, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇവിടെയാണെങ്കിൽ അവിടെ നേരത്തെ എന്തായിരുന്നു? പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്, ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആയി. പക്ഷേ ഇവിടെ രണ്ടും സെയിം ആണല്ലേ? രണ്ടാമത് നടന്ന പ്രവൃത്തി അവിടെയും സിമ്പിൾ പാസ്റ്റ്, ഇവിടെയും സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ ആ രീതിയിലൊന്ന് ആലോചിച്ച് നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റിൻ്റെ കാര്യം അവിടെ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എല്ലാം നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാൻ നോക്കുക. അപ്പോൾ ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ, ഓക്കെ, ഭൂതകാലത്തിൽ രണ്ട് പ്രവൃത്തികൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും പറയും, രണ്ടാമത് നടന്ന പ്രവൃത്തിയെ നമ്മൾ എന്ത് പറയും? സിമ്പിൾ പാസ്റ്റിലും പറയും. ദ ബോയ് ഹാഡ് ലോക്ക് ദ ഡോർ ബിഫോർ ഹി വെൻറ്റ് ടു സ്കൂൾ. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ അവൻ വീട് പൂട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ സ്കൂളിലേക്ക് അപ്പോൾ ആദ്യത്തെ പ്രവൃത്തി എന്താണ്? വീട് പൂട്ടിയതിന് ശേഷമാണല്ലോ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി വീട് പൂട്ടുക എന്നതാണ്. അപ്പോൾ ആദ്യം നടന്ന പ്രവൃത്തി നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം എന്താണ്? പാസ്റ്റ് പെർഫെക്റ്റ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏതാ? ഹാസ് ഓർ ഹാവ്, ഹാഡാ വേണ്ടത് അല്ലേ? അതിൽ പാസ്റ്റ് എന്ന് പറയുന്നത് ഹാഡാണ്.
ഹാഡിൻ്റെ കൂടെ നമ്മൾ V3 ചേർക്കണം. അപ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് നമ്മുടേത്. ഓക്കെ, ഇവിടെ വന്നില്ലേ ഹാഡ് ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ ഹാഡ് പ്ലസ് V3 അല്ലേ. അപ്പോൾ ആ ഭാഗമാണ് ആദ്യം നടന്ന പ്രവൃത്തി. രണ്ടാമത് നടന്നാണ് അവൻ സ്കൂളിലേക്ക് പോവുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹി വെൻറ്റ് ടു സ്കൂൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് നടന്ന പ്രവൃത്തി അതുകൊണ്ട് തന്നെ സിമ്പിൾ പാസ്റ്റിൽ മതി V2. അപ്പോൾ ഗോയിൻ്റെ പാസ്റ്റാണ് വെൻറ്റ് നമ്മൾ ഉപയോഗിച്ചു. ഇനി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കാം. ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഹി ഹയേഴ്സ് എ ബോട്ടിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് എഴുതണം എന്ന് പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാവണം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഡ് പ്ലസ് V3 ആണെന്ന് നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അതാണ് ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് അല്ലേ. അത് മനസ്സിലാക്കാൻ നമുക്ക് ഉത്തരമായി തന്നിരിക്കുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഹാഡ് ബീൻ ഉണ്ട്, ഇവിടെ ഹാഡ് ബീൻ ഉണ്ട്, ഇവിടെ ഹാഡ് ഹയേർഡ് എന്നാണ്. ഹാഡ് ബീൻ എന്ന് വരുമ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്? ഇവിടെ ഹയറിംഗ് ആണ്. ഹാഡ് ബീൻ ഹയറിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടിന്യൂസ് കയറി വന്നിട്ടുണ്ട് അല്ലേ. ING ഫോം വരുമ്പോൾ കണ്ടിന്യൂസ് വരും. അപ്പോൾ ഇതെന്തായാലും വരത്തില്ല എന്ന് മനസ്സിലായി. ഇവിടെ കണ്ടോ ഹാഡ് ബീൻ ഹയേർഡ് എന്നാണ് പറയുന്നത്. ഹാഡ് ബീൻ ഹയേർഡ്, ബീൻ്റെ ആവശ്യം ഇവിടെ ഇല്ല നമുക്കറിയാം. നമ്മുടെ ഫോം ഇതാണ് അല്ലേ. ഇവിടെ ബീന് നമ്മൾ പഠിച്ചിട്ടുണ്ട് V3 ആണ്, ഹയേർഡും V3 ആണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ബീൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ്? ഒന്നിൻ്റെ ഉത്തരം വരാൻ പോകുന്നത് ഏതാണ്? ബി ആണ്. ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത് നോക്കിയേ, ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം എന്നാണ് പറയുന്നത്. ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവർത്തികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഭൂതകാലത്തിൽ നടക്കുന്ന രണ്ട് പ്രവർത്തികളിൽ ആദ്യം നടന്ന പ്രവൃത്തിയെ നമ്മൾ എന്ത് പറയണം? പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നതിൽ സിമ്പിൾ പാസ്റ്റിലോ പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഇവിടെ ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നടന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലും. ആ സംഭവമാണ് ഇത് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ബൈ ദ ടൈം ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ് വി ഡാഷ് ഹോം എന്നാണ് പറയുന്നത്. അപ്പോൾ മഴ പെയ്തപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞു. അപ്പോൾ വീട്ടിലെത്തിയതാണ് ആദ്യം നടന്നത് അല്ലേ. ആദ്യം നടന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ്? വീട്ടിലേക്ക് എത്തിയതാണ്. ആദ്യം നടന്ന സംഭവം വീട്ടിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ആദ്യം നടന്നതിന് നമ്മൾ എന്തിനാ പറയുക? പാസ്റ്റ് പെർഫെക്റ്റ് അല്ലേ പറയുക. പാസ്റ്റ് പെർഫെക്റ്റിലാന്ന് പറയുക. രണ്ടാമത് നടന്ന സംഭവമാണ് മഴ പെയ്ത്. രണ്ടാമത് പറഞ്ഞ സംഭവം മഴ പെയ്തതായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തിനാ പറയുക? സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇതാണ് V2 നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ തന്നെ ഈ ഭാഗം ഏതായിരിക്കും? രണ്ടാമത് നടന്ന സംഭവം ഇതായിരിക്കണം നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഇവിടെ പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് രണ്ടാമത് നടന്ന സംഭവം നിങ്ങൾക്ക് കണക്റ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ ഇത് ആദ്യം നടന്ന സംഭവം ആകുമ്പോൾ നമുക്ക് ഏതിലേക്ക് ചെയ്യാൻ പറ്റും? പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന സാധനത്തിലേക്ക് ആലോചിക്കാൻ പറ്റും. പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ഹാഡ് പ്ലസ് V3 വേണം നിങ്ങൾക്കറിയാം. അപ്പോൾ ഏതാ ഉത്തരം? രണ്ടിൻ്റെ ഉത്തരം ബി ആണ്. ഇനി അടുത്ത് നോക്കിയേ, എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദി ഹൗസ്. ഒരു കള്ളം വീട്ടിൽ കയറി എന്നുള്ള ആ ഒരു പെട്ടെന്നുള്ള പേടി മനസ്സിലേക്ക് ഊറി വന്നു എന്നാണ് പറയുന്നത്. എ സഡൻ ഫിയർ ഗ്രിപ്ഡ് മീ ദാറ്റ് എ തീഫ് ഡാഷ് ദി ഹൗസ് എന്നാണ്. അപ്പോൾ കള്ളൻ വീട്ടിലേക്ക് വരുന്നതാണ് ആദ്യം നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എ ഫിയർ ഗ്രിപ്ഡ് മീ എന്ന് പറയുമ്പോൾ ഇതാണ് എന്താണ്? ഇത് V2 ആണ് അല്ലേ. ഇത് V2 എന്ന് പറയുമ്പോൾ ഏതാണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടാമത് നടന്ന സംഭവമായിരിക്കണം. ഇത് രണ്ടാമത് നടന്ന സംഭവമായിരിക്കണം. അപ്പോൾ ആദ്യം നടന്ന സംഭവമായി ഇതായിരിക്കണം. ആദ്യം നടന്ന സംഭവത്തിന് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് എഴുതേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മറ്റേൽ പഠിച്ചെന്തായിരുന്നു? ഒരു സംഭവം തുടർന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് നമ്മൾ ING രൂപമായ പാസ്റ്റ് കണ്ടിന്യൂസ് കയറി വരുന്നത്. ഇത് കള്ളം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞു. ഓക്കെ, ആ സംഭവം കഴിഞ്ഞു. അയാൾ വന്നുകൊണ്ടേ ഇരിക്കാൻ നമുക്ക് ഒരിക്കലും പറയില്ലല്ലോ. അപ്പം മനസ്സിലാക്കണം കണ്ടിന്യൂസ് അല്ല എന്ന് മനസ്സിലാവേണ്ടത് ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഭാഗം പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്. കണ്ടോ, ഇതൊക്കെ ഒരേ ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത് നോക്കിയാൽ ബൈ ദ ടൈം ദേ റീച്ച് ദ ബസ് സ്റ്റോപ്പ് ദ ബസ് ഡാഷ്. ഓക്കെ, അപ്പോൾ അതെന്താ വരുന്നത്? ഇതിൽ നോക്കിയേ, ബൈ ദ ടൈം ഇതും അങ്ങനെ തന്നെ ഭൂതകാലത്തിൽ നടന്ന രണ്ട് പ്രവർത്തനങ്ങളാണ്. ആദ്യം നടന്ന പ്രവർത്തനത്തിന് നമ്മൾ ഏതിൽ പറയണം? പാസ്റ്റ് പെർഫെക്റ്റിൽ പറയണം. രണ്ടാമത് നടന്നതിന് സിമ്പിൾ പാസ്റ്റിൽ പറയണം. അപ്പോൾ തന്നിരിക്കുന്ന നോക്കിയേ, ദേ റീച്ച്ഡ് V2 ആണ്. സിമ്പിൾ പാസ്റ്റിലാണ് ഈ ഭാഗം തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവണം ഈ ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? രണ്ടാമത് നടന്ന സംഭവം. ഇതാണ് ആദ്യം നടന്ന സംഭവം. അതായത് നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ബസ് പോയി കഴിഞ്ഞു. അപ്പോൾ ബസ് പോയി കഴിഞ്ഞു എന്ന് പറയുന്നതാണ് ആദ്യത്തെ സംഭവം. ഇത് V2 പാസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ സംഭവമാണ് നിങ്ങൾക്ക് മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് ഉപയോഗിക്കണം? പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാ വേണ്ടത്? നമുക്ക് ഹാഡ് ആണ് വേണ്ടത് അല്ലേ. ഹാഡ് പ്ലസ് V3 അല്ലേ വേണ്ടത്. അപ്പോൾ 4ൻ്റെ ഉത്തരം എ ആണ്. ഹാഡ് ഓൾറെഡി ലെഫ്റ്റ്. അവിടെ നോക്കിയാൽ വെൻ വി റീച്ച്ഡ് ദർ ദേ ഡാഷ് എന്നാണ് പറയുന്നത്. വെൻ വി റീച്ച്ഡ് ദർ അവിടെ എന്താ പറയുന്നത്? ഇതും സംഭവം തന്നെ. കാരണം ഇതേ ഒരേ മെത്തേഡാണ് ഇവിടെ ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യനിലും നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെത്തേഡാണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഒരു സംഭവമാണെന്ന് പറയാം. അപ്പോൾ ആദ്യം നടന്ന സംഭവം, രണ്ടാമത് നടന്ന സംഭവം. ഇവിടെ ഓൾറെഡി വി റീച്ച്ഡ് എന്ന് പറയുമ്പോൾ ഇത് V2 ആണ്.
V2 എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ രണ്ടാമത് നടന്ന സംഭവമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആദ്യം നടന്ന സംഭവം നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയേണ്ടത്. ഹാഡ് പ്ലസ് V3യിലാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? ഹാഡ് പ്ലസ് V3 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെയാണ്. ഹാഡ് ഗോൺ. ഇനി അടുത്ത് നോക്കി, ഫൈൻഡ് ഔട്ട് ദ സെൻറ്റൻസ് ഇൻ പാസ്റ്റ് പെർഫെക്റ്റ്. ഇവിടെ ക്വസ്റ്റൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം ഹാഡ് പ്ലസ് V3 ആണെന്ന് തരണം. ഇവിടെ ഒറ്റ സ്ഥലത്ത് മാത്രമേ ഹാഡ് ഉള്ളൂ. അപ്പോൾ വേറെ ഒന്നും നമ്മൾ നോക്കാൻ പോകേണ്ട ആവശ്യമില്ല. 6ൻ്റെ ഉത്തരം ബി ആണ്. ഇനി നോക്കിയാൽ വെൻ ഐ റീച്ച്ഡ് ദ എക്സാമിനേഷൻ ഹോൾ ദ എക്സാം. ഇതും സെയിം സംഭവത്തിന് ആദ്യം നടന്ന സംഭവം ഇതാണ്. ഇതെന്താണ്? വെൻ ഐ റീച്ച് എന്നുള്ള V2 ആണ്. V2 എന്ന് പറയുന്നത് എന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് നടക്കുന്ന സംഭവം അല്ലേ? സെക്കൻഡ് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നടന്നത്. അപ്പോൾ ഞാൻ എക്സാമിനേഷൻ ഹോളിൽ എത്തിയപ്പോഴേക്കും എക്സാം തുടങ്ങിയിരുന്നു. എക്സാം തുടങ്ങിയതാണ് ആദ്യത്തെ സംഭവം. ഇതിന് ശേഷമാണ് ഞാൻ എക്സാമിനേഷൻ ഹോളിൽ എത്തിയത്. അപ്പോൾ രണ്ടാമത്തെ സംഭവമാണ്. ആദ്യത്തെ സംഭവത്തെ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലാണ് പറയുക. അപ്പോൾ ഹാഡ് പ്ലസ് V3 ആണ്. അടുത്ത് നോക്കിയേ, വി ഡാഷ് എ പാർട്ടി ലാസ്റ്റ് ഡേ എന്നാ ചോദിക്കും. വി ഡാഷ് എ പാർട്ടി ലാസ്റ്റ് ഡേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേ എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റിൻ്റെ കീവേഡാണെന്ന് നമ്മൾ പഠിച്ചില്ലേ? ലാസ്റ്റ് ഡേ തലേ ദിവസം നടന്നൊരു സംഭവമാണ്. യെസ്റ്റർഡേ എന്ന് പറയുന്നതിന് പകരമാണ് ലാസ്റ്റ് ഡേ എന്നോട് പറഞ്ഞുള്ളത്. അതെന്താണ്? തലേ ദിവസം നടന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ V2 ഫോമാണ് വേണ്ടത് അല്ലേ? തന്നിരിക്കുന്നതിൽ ഏതാ V2 ഫോം? ഇത് പ്രസൻ്റ് ആണ്, ഇത് പ്രസൻ്റ് ആണ്, ഇത് പ്രസൻ്റ് ആണ്, ഇതും പ്രസൻ്റ് ആണ്. അപ്പോൾ ഹാസ്, ഹാവ്, ഇതിൽ തന്നിരിക്കുന്നതിൽ ഹാസിൻ്റെയും ഹാവിൻ്റെയും പാസ്റ്റ് ഫോം അല്ലെങ്കിൽ V2 ഫോം എന്ന് പറയുന്നത് ഏതാണ്? ഹാഡാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ഹാഡാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇവിടെ ഹാഡ് വന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇത് ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഹാഡിനെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? V2 ഫോമിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെന്താണ്? ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അത് അല്ലാതെ പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. പാസ്റ്റ് പെർഫെക്റ്റ് ഒന്നും അല്ല. തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെൻറ്റൻസ് ആണ്. അപ്പോൾ വി ഹാഡ് എ പാർട്ടി ലാസ്റ്റ് ഡേ എന്നാണ് പറയും. അപ്പോൾ നമ്മൾ ഹാഡ് ഫുഡ് എന്നൊക്കെ ചോദിക്കില്ല, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നില്ലേ? ആ രീതിയിലാണ് ഇവിടെ ഹാഡ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഒരു സിമ്പിൾ പാസ്റ്റിലാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഹാഡ് എന്ന് പറയുന്ന ഒരു മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇതെന്താണ്? ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണെന്ന് പറയാൻ പറ്റും. അടുത്ത് നോക്കിയേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ing നമ്മൾ പഠിച്ചതാണ്. ഇതെന്താ പറയുന്നത്? ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അവസാനിച്ചതിന് ശേഷം ഭൂതകാലത്തിൽ തന്നെ മറ്റൊരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോൾ ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അവസാനിച്ചതിന് ശേഷം ഭൂതകാലത്തിൽ തന്നെ മറ്റൊരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അതിൽ രണ്ട് തരത്തിലാണ് പറയുന്നത്. തുടർച്ചയായി നടന്ന പ്രവൃത്തിയാണെങ്കിൽ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും, പിന്നീട് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് സിമ്പിൾ പാസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൻ്റെ മുന്നേ പറഞ്ഞൊക്കെ രണ്ടാമത് നടന്ന പ്രവൃത്തി തന്നെയാണ് സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഏതൊക്കെ പറഞ്ഞിട്ടുണ്ട്? സിമ്പിൾ പാസ്റ്റിനെ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്തു, പാസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കണക്ട് ചെയ്തു, ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്തു. രണ്ടിലും ഈ പറയുന്ന മൂന്നെണ്ണത്തിലും രണ്ടാമത് നടന്ന പ്രവൃത്തിയാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ബോയ്സ് ഹാഡ് ബീൻ പ്ലേയിങ് ഹോക്കി ഫോർ 2 hours ബിഫോർ ദേ റീച്ച്ഡ് ഹോം. ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഭൂതകാലത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അവസാനിച്ചതിന് ശേഷം ഭൂതകാലത്തിൽ തന്നെ മറ്റൊരു പ്രവൃത്തി നടക്കുകയാണെങ്കിൽ തുടർച്ചയായി നടന്ന പ്രവൃത്തിയെ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും, പിന്നീട് നടന്ന പ്രവൃത്തി രണ്ടാമത് നടന്ന പ്രവൃത്തിയെ സിമ്പിൾ പാസ്റ്റിലുമാണ് നമ്മൾ സാധാരണ പറയാറ്. ഓക്കെ, ഈ ഇതിലൊന്നും അത്ര ഇതുവരെ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ കൊടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതുവരെ ഓൾറെഡി നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു ഭാഗം വരെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവന്നത്. ഇനി അങ്ങോട്ട് അധികം ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഭാഗമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവാം. അടുത്ത ഫ്യൂച്ചർ ടെൻസിൽ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ് സിമ്പിൾ ഫ്യൂച്ചർ. നമ്മൾ പറഞ്ഞു എന്താണ്? ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഷാൾ ഉപയോഗിക്കും, സെക്കൻഡ് പേഴ്സൻ്റെ കൂടെ നമ്മൾ വിൽ ഉപയോഗിക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് എക്സാമ്പിൾ ഷീ വിൽ സിംഗ് അറ്റ് ദി ഫൈനൽ ഓഡീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ടുമോറോ, നെക്സ്റ്റ് ഡേ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്നൊക്കെയാണ് ഈ പറയുന്ന സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ കീവേഡ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കാൻ സാധ്യതയുള്ള പ്രവർത്തികളെ സൂചിപ്പിക്കാം. ഷീ വിൽ ബി റണ്ണിങ് ദ മാരത്തോൺ ടുമോറോ. നാളെ അവൾ മാരത്തോൺ ഓടിക്കൊണ്ടിരിക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ള പ്രവൃത്തിയെ പറയുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ കണ്ടിന്യൂസ് പറയുമ്പോൾ ing വരണം. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് മുന്നേ ഒരു പ്രവൃത്തി നടന്നേക്കാം എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഭാവിയിൽ ഒരു പ്രത്യേക സമയത്തിന് മുന്നേ
ഒരു പ്രവൃത്തി നടന്നേക്കാം എന്ന് സൂചിപ്പിക്കുന്നവയാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. സാധാരണ നമ്മൾ ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈം ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈം കയറി വരുന്ന ആ ഒരു ഫോർമാറ്റാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ ദ ടൈം എന്ന് പറയുന്നത്. അതായത് ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈം എന്ന് പറയുമ്പോൾ ബൈ ദ ടൈം, ബൈ നെക്സ്റ്റ് വീക്ക്, ബൈ നെക്സ്റ്റ് മന്ത്, ബൈ ദ എൻഡ് ഓഫ് ദിസ് ഇയർ എന്നൊക്കെ പറയുന്നതാണ് എന്ത് പറയുന്നത്, ഈ തരത്തിൽ ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബൈ ദ ടൈം യു റീച്ച് ബാക്ക്. അപ്പോൾ ബൈ ദ ടൈം എന്നാണ് ഇവിടെ ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈമിന് പറയുന്നത്. ബൈ ദ ടൈം യു റീച്ച് ബാക്ക്. ഐ ഷാൾ ഹാവ് റീഡ് ഓൾ ഓഫ് ഹെമിംഗ്വേസ്. ഐ ഷാൾ ഹാവ് റെഡ് ഓൾ ഓഫ് ഹെമിംഗ്വേസ് നോവൽസ് ബൈ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ബൈ പ്ലസ് ഫ്യൂച്ചർ ടൈമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അത്തരം വാക്കുകളൊക്കെ നമ്മൾ എന്തിലാണ് പറയുക, ഫ്യൂച്ചർ പെർഫെക്റ്റിലാണ് പറയുക. അപ്പോൾ ഐ ഷാൾ ഹാവ് റെഡ് ഓൾ ഓഫ് ഹെമിംഗ്വേസ് നോവൽസ് ബൈ നെക്സ്റ്റ് ഇയർ. അപ്പോൾ ബൈ വരികയാണെങ്കിൽ സാധാരണഗതിയിൽ ഫ്യൂച്ചർ പെർഫെക്റ്റും, ബൈ പ്ലസ് 4 വരികയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഒക്കെ വളരെ വിരളമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറയുന്ന സാധനങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ അതിനൊന്നും അധികം ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടില്ല. ഇനി ചോദിക്കാനും ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും പാറ്റേൺ ഒന്ന് തന്നെയാണ് അല്ലേ, അതായത് പറയുന്ന കൺസെപ്റ്റ് ഒന്ന് തന്നെയാണ്. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് വരെയാണ് കൂടുതൽ ചോദ്യങ്ങൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റേതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതായത് ബൈ വരികയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരിക്കും, ബൈ പ്ലസ് 4 ഒരുമിച്ച് വരികയാണെങ്കിൽ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഓരോ സാധനം വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരണം എന്താണ് അതിൻ്റെ സ്ട്രക്ചർ, അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെൻസിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ മാക്സിമം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അതാണ് റിവിഷനിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ കോൺഫിഡൻസും നമ്മുടെ മാർക്ക് കൂട്ടാനൊക്കെ നമുക്ക് റിവിഷൻ അതുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്നാലേ എനിക്ക് അടുത്ത ക്ലാസ് ഇടാനുള്ള ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.